എഡ്ഫിൽ ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സൈക്കോളജി യൂണിറ്റ് 8 സോഷ്യൽ സൈക്കോളജിയിലെ രണ്ടാമത്തെ പാർട്ട്. ഇവിടെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു PYQ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 കാണുക, അതിനുശേഷം നമ്മളിതാ പാർട്ട് 2ലേക്ക് കിടക്കുകയാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റീരിയോടൈപ്പ്, പ്രെജുഡീസ്, ഡിസ്ക്രിമിനേഷൻ ആൻഡ് ടോക്കണിസം. ഇങ്ങനെയുള്ളൊരു 4 കോൺസെപ്റ്റിനെ കുറിച്ചായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ജനുവരി 2025 റീസെൻ്റ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇതിൽ ലിസ്റ്റ് 1 ആയിട്ട് തന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്റ്റീരിയോടൈപ്പ്, പ്രെജുഡീസ്, ഡിസ്ക്രിമിനേഷൻ ആൻഡ് ടോക്കണിസം ആണ്. ലിസ്റ്റ് 2 ആയിട്ട് തന്നിട്ടുള്ളത് ഈ ലിസ്റ്റ് 1 കൊടുത്തതിൻ്റെ ഒരു ഡെഫിനിഷൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതെന്താണ് കോൺസെപ്റ്റ് പറയുന്നത് എന്നുള്ളതാണ്. റെഫർ ടു ഹയറിംഗ് ബേസ്ഡ് ഓൺ ഗ്രൂപ്പ് മെമ്പർഷിപ്പ്, നെഗറ്റീവ് ഇമോഷണൽ റെസ്പോൺസസ് ബേസ്ഡ് ഓൺ ഗ്രൂപ്പ് മെമ്പർഷിപ്പ്, beliefs about social groups in terms of traits that they are believed to share, differential, usually negative behavior towards members of different social groups. ഇങ്ങനെ 4 കോൺസെപ്റ്റ്സ് ആണ് സെക്കൻഡ് ലിസ്റ്റ് ആയിട്ടും കൊടുത്തിട്ടുള്ളത്. ഇതിന് മാച്ച് ആയിട്ടുള്ളത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഓപ്ഷൻസ് കൊടുത്തത് ഇതാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമ്മുടെ ലിസ്റ്റിൽ ആദ്യമായിട്ട് കൊടുത്തിട്ടുള്ളതായിരുന്നു സ്റ്റീരിയോടൈപ്പ്. എന്താ സ്റ്റീരിയോടൈപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രത്യേകിച്ച് അർത്ഥമൊന്നും അറിയാതെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ടേം തന്നെയാണ് സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്നത്. പല സിറ്റുവേഷനുകളിൽ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു സ്റ്റീരിയോടൈപ്പ് ചിന്താഗതിയാണ്, അല്ലെങ്കിൽ അതൊരു സ്റ്റീരിയോടൈപ്പാണ്, അങ്ങനെയൊക്കെ നമ്മൾ കുറേ പറയാറുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു സോഷ്യൽ സൈക്കോളജി പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ എന്താണ് സ്റ്റീരിയോടൈപ്പിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ശരിക്ക് എന്താണ് സ്റ്റീരിയോടൈപ്പ് എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയാണ് നമ്മൾ ശരിക്കും യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം. ബിലീഫ് അബൌട്ട് സോഷ്യൽ ഗ്രൂപ്പ്സ് ഇൻ ടേംസ് ഓഫ് ദ ട്രേറ്റ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ദേ ആർ ബിലീവ് ടു ഷെയർ. അതായത് ചില ആളുകൾ ഷെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ട്രേറ്റിൻ്റെയോ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെയോ ഒക്കെ ബേസിൽ നമ്മൾ അവരെ കുറിച്ച് നമുക്കുള്ള, അതായത് അതർ പേഴ്സണിനുള്ള ഒരു ബിലീഫിനെയാണ് സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്നത്. സ്റ്റീരിയോടൈപ്സ് ആർ കോഗ്നിറ്റീവ് ഫ്രെയിംവർക്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ പ്രോസസ്സിംഗ് ഓഫ് സോഷ്യൽ ഇൻഫർമേഷൻ. നമ്മൾ മറ്റൊരാളെ കുറിച്ച് മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് മറ്റൊരു ഇൻഫർമേഷൻസ് കിട്ടുന്നതിലൊക്കെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് എ കോഗ്നിറ്റീവ് ഫ്രെയിംവർക്സ്. People within that group are often considered negative perception of groups or positive perception of groups. So, ചില ഗ്രൂപ്പുകളിലുള്ള ആളുകളെ നമ്മൾ നെഗറ്റീവായോ പോസിറ്റീവായോ ഒക്കെയാണ് നമ്മൾ പെർസീവ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റീരിയോടൈപ്പിൻ്റെ ബേസിലായിട്ട്. ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ആളുകളെ, ആ ആളുകളെ കുറിച്ച് ഒന്നെങ്കിൽ നെഗറ്റീവ് പെർസെപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ പോസിറ്റീവ് പെർസെപ്ഷൻ ഉണ്ടാവും. നമുക്ക് എക്സാമ്പിൾ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാവും. സോ നെഗറ്റീവ് സ്റ്റീരിയോടൈപ്പിൻ്റെ എക്സാമ്പിൾ ആണ് പറയുന്നത്. വുമൻ ഹൂ സ്മോക്ക് ആൻഡ് ഡ്രിങ്ക് ഹാവ് നോ മോറൽ. അതായത് ഈ ഒരു പെൺകുട്ടികൾ ഡ്രിങ്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ, അവർ സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊരു മൊറാലിറ്റി ഇല്ലാത്ത ആളാണ് എന്ന് പറയുന്നുണ്ട്. അതൊരു നെഗറ്റീവ് സ്റ്റീരിയോടൈപ്പാണ്. എന്ന് വെച്ചാൽ നമ്മൾ എവിടെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ അങ്ങനെ ചെയ്യുന്നത് കാണുന്നോ, പക്ഷേ ഇവരെന്താ അങ്ങനെ ചെയ്യുന്നത്, ഇത് വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ എന്ന് നമുക്ക് ഓൾറെഡി ഫിക്സഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വരുന്നിട്ടുള്ളൊരു കാര്യമാണ്. സ്ത്രീ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് പെട്ട ആളുകൾ ഇങ്ങനത്തെ എന്തെങ്കിലും ബിഹേവിയർ കാണിക്കുന്നുണ്ട് എങ്കിൽ അത് മൊറാലിറ്റിക്ക് എതിരാണ് എന്ന് പറയുന്നു. സോ ആ ഒരു സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത്, ഇവിടെ ഇൻസ്റ്റെഡ് ആ ഒരു മെന്നാണിത് ചെയ്യുന്നത് എങ്കിൽ അവിടെ മൊറാലിറ്റി വരുന്നുണ്ടോ? അങ്ങനെ അതാണ് ഒരു നെഗറ്റീവ് സ്റ്റീരിയോടൈപ്പായിട്ട് വരുന്നത്. മെൻ ഹൂ ലൈക്ക് പിങ്ക് ആർ എഫെമിനേറ്റ്. സിമിലർലി നമ്മൾ പറയുന്നതാണ് ഗേൾസിന് പിങ്ക്, ബോയ്സിന് ബ്ലൂ. അങ്ങനെയൊന്ന് നമ്മൾ ഓൾറെഡി പല സിറ്റുവേഷനുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. ഇങ്ങനെ പിങ്ക് കളറായിരിക്കും ഗേൾസിന് കുറച്ചുകൂടി ഇഷ്ടം, ബ്ലൂ ആണെങ്കിൽ അത് മെന്നിനായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ബോയ്സിനായിരിക്കും ഇഷ്ടം. സോ ഏതെങ്കിലും ഒരു ആൺകുട്ടിക്ക് പിങ്ക് കളർ ഇഷ്ടമാവുന്നുണ്ട് എങ്കിൽ അവരെ നമ്മൾ എഫെമിനേറ്റ് ആയിട്ട് ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. സോ അതും ഒരു നെഗറ്റീവ് സ്റ്റീരിയോടൈപ്പിന് എക്സാമ്പിളാണ്. എന്താ പോസിറ്റീവ് സ്റ്റീരിയോടൈപ്പിൽ വരുന്നത്? ഓൾ ഏഷ്യൻസ് ആർ ജെന്യൂൻസ്. ഈ ഏഷ്യയിൽ പെടുന്ന അല്ലെങ്കിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ പെടുന്ന എല്ലാവർക്കും ഭയങ്കര വിവരമായിരിക്കും, അല്ലെങ്കിൽ ആൾ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, ജെന്യൂൻ ആണ്
ജെന്യൂൻ ആയിട്ടുള്ള ആളുകളായിരിക്കും അവരൊക്കെ എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. സോ ഹിയർ നമ്മൾ ആലോചിക്കേണ്ടത് എല്ലാ ഏഷ്യൻസും ജെന്യൂൻ ആണോ? ഇങ്ങനെ ഒരു കാര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഏത് ഏഷ്യൻസിനെ കാണുന്ന സമയത്തും അവർ ജെന്യൂൻ ആണ് എന്ന് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടാകുന്നുണ്ട്. അത് ഈ ഒരു സ്റ്റീരിയോ ടൈപ്പ് നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഓൾ ബ്ലാക്സ് ആർ ഗ്രേറ്റ് ബാസ്കറ്റ്ബോൾ പ്ലേയേഴ്സ്. അതുപോലെ തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് എല്ലാ ബ്ലാക്സും ലൈക്ക് ഈ ബ്ലാക്ക് ഇതിൽ പെടുന്ന ആളുകളെല്ലാവരും ഭയങ്കരമായിട്ടുള്ള ബാസ്കറ്റ്ബോൾ പ്ലേയേഴ്സ് ആയിരിക്കും എന്നുള്ളത്. ഇതും ഈ ഒരു പണ്ട് തൊട്ടേ പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ആളുകൾ പണ്ടിങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നീടുള്ളവരെല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. സോ അതൊരു പോസിറ്റീവ് സ്റ്റീരിയോ ടൈപ്പിന് എക്സാമ്പിൾ ആണ്. സ്റ്റീരിയോ ടൈപ്സ് ആർ ബേസിക്കലി ഫിക്സഡ് മെന്റൽ പിക്ചേഴ്സ് ഓൺ ഇൻ വൺസ് ഹെഡ്. അതായത് നമ്മൾ ഇങ്ങനെ ഉറച്ചു കിടക്കുന്ന ഫിക്സഡ് ആയിട്ട് കിടക്കുന്ന കുറച്ച് മെന്റൽ പിക്ചേഴ്സ് ആണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ടേം ഓർത്ത് വെക്കുക, ഫിക്സഡ് മെന്റൽ പിക്ചേഴ്സ്. അത് മാറ്റാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തെന്നെ ആയാലും ലൈക്ക് ഇങ്ങനെ അല്ലാത്ത വേറൊരു സിറ്റുവേഷൻ നമ്മൾ കാണുന്ന സമയത്ത് നമുക്കറിയാം അങ്ങനെയല്ല, അത് ശരിയല്ല, ആക്ച്വലി അത് ഇതിൻ്റെ ഒരു സ്റ്റീരിയോടൈപ്പിക് ചിന്താഗതിയാണ് എന്ന് നമുക്കറിയാം. ബട്ട് അത് ഓൾറെഡി അവിടെ ഫിക്സഡ് ആയി കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ തലയിൽ ഇങ്ങനെ ഫിക്സഡ് ആയി കിടക്കുന്ന ഒരു മെന്റൽ പിക്ചേഴ്സ് ആണ് സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയുന്നത്. സ്റ്റീരിയോടൈപ്സ് may have some stimulus value but they are unscientific generalization. ഇതിനൊരു സ്റ്റിമുലസ് വാല്യൂ ഒക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ അതിനൊരു അൺസയന്റിഫിക് ജനറലൈസേഷൻ ആണ്. നമ്മൾ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓൾ ബ്ലാക്സ് ആർ ബാസ്കറ്റ്ബോൾ പ്ലേയേഴ്സ്, ഇത് സയന്റിഫിക്കലി പ്രൂവൺ ആണോ? സോ ഇതൊക്കെ ആ ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ അൺസയന്റിഫിക്കലി ഇതിനെ ജനറലൈസ് ചെയ്യാണ്. കുറച്ചു പേരുണ്ടെന്ന് വിചാരിച്ച് ആ ഒരു ഫുൾ ടീമിനെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ നമ്മൾ അങ്ങനെ ജനറലൈസ് ചെയ്യുന്നതിനാണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. സ്റ്റീരിയോ ടൈപ്സ് ആർ മോസ്റ്റ്ലി ഫാൾസ് എലമെന്റ്സ്. ഈ ഒരു സ്റ്റീരിയോ ടൈപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അധികവും ഇതെന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. എപ്പോഴും ഇതൊന്നും ശരിയായിരിക്കില്ല. ചില സമയത്തൊക്കെ ശരിയായാലായി, ബട്ട് സ്റ്റിൽ മോസ്റ്റ്ലി ഇതൊരു ഫോൾസ് എലമെന്റ്സ് ആണ്. സ്റ്റീരിയോടൈപ്സ് ആർ ഓവർ ജനറലൈസ്ഡ് ഐഡിയാസ്. ഇതൊരു ഓവർ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഐഡിയാസിനെയാണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സ്റ്റീരിയോടൈപ്സ് ആർ ലിങ്ക്ഡ് വിത്ത് എവറി ഇമോഷണൽ എക്സ്പീരിയൻസ്. നമ്മുടെ സ്റ്റീരിയോടൈപ്സ് ഈ ഒരു ഇമോഷണൽ എക്സ്പീരിയൻസുമായിട്ട് ലിങ്ക് ചെയ്ത് ഇപ്പോൾ എടുക്കുന്ന കാര്യമാണ്. ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്താ? ഒരു സ്റ്റീരിയോടൈപ്സിനെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടാണ് പറയുന്നത്. ഇതൊന്നും നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എന്താണ് സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. സ്റ്റീരിയോടൈപ്സ് ആർ ഷെയർഡ് ബൈ ദ ഗ്രൂപ്പ്. ദേ ആർ മോസ്റ്റ്ലി നെഗറ്റീവ് ഇൻ നാച്ചർ. പറഞ്ഞു, ഇത് അധികവും നെഗറ്റീവാണ്. പോസിറ്റീവ് സ്റ്റീരിയോടൈപ്സ് ഉണ്ടെങ്കിൽ പോലും നെഗറ്റീവ് സ്റ്റീരിയോടൈപ്സ് ആണ് കൂടുതലും നിലനിൽക്കുന്നത്. സ്റ്റീരിയോടൈപ്സ് ഗ്രോ ഔട്ട് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് വൺസ് പാസ്റ്റ് എക്സ്പീരിയൻസ്. ഇത് എങ്ങനെയാണ് ഇങ്ങനെ വളർന്നു വരുന്നത്? ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ വഴി. നമ്മളോട് കുറച്ച് ആളുകൾ പറയാണ്, നീ ആ ഒരു ഗ്രൂപ്പിനെ കണ്ടില്ലേ, നീ അല്ലെങ്കിൽ ആ ഒരു ടീമിൽപ്പെട്ട ആളുകളെ കണ്ടില്ലേ, അവരിങ്ങനെയാണ്. ഓക്കെ, അങ്ങനെ നമ്മളോട് ഓൾറെഡി ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെ കാണുമ്പോൾ അന്ന് നമ്മൾ കേട്ട ആ കാര്യമായിട്ട് നമ്മളിത് എന്ത് ചെയ്യും? ലിങ്ക് ചെയ്യാൻ നോക്കും. സോ പിന്നീട് നമുക്ക് ആ ഒരു സിമിലർ എക്സ്പീരിയൻസ് ആണ് അവരുടെ അടുത്ത് നമുക്ക് ഫീൽ ചെയ്യുക, അങ്ങനെ അല്ലെങ്കിൽ പോലും. അതുപോലെ തന്നെ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്, മുമ്പ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിച്ച് പിന്നീടുള്ള എല്ലാ കാര്യത്തിനെയും നമ്മൾ അതുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. Stereotype helps in solving current problems and adjust with the present situation in a short time by the already formed ready-made ideas. ഈ സ്റ്റീരിയോടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സമയത്തുള്ളൊരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ആ ഒരു സ്റ്റീരിയോടൈപ്പിക് ആയിട്ടുള്ള ലൈക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു റേസും എത്നിസിറ്റിയും ഒക്കെ വെച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ അങ്ങനത്തെ ആളെ അങ്ങ് ഒഴിവാക്കുക, അവരങ്ങനെയാണ്, അവർക്ക് അത്രേ ടാലൻ്റ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് ഒഴിവാക്കി വേറൊരാളെ എടുക്കുന്ന സമയത്ത് ആ ഒരു സമയത്തുള്ള ഒരു പ്രശ്നം അവിടെ കഴിഞ്ഞു. ബട്ട് അതൊരു ലോങ് ടേം സൊല്യൂഷൻ ആണോ? അപ്പോൾ ഈ ഒരു നമ്മൾ ഈ മാറ്റി നിർത്തിക്കപ്പെട്ട ആ ആളുകൾ എന്ത് ചെയ്യും? അവർക്കുള്ള ആ ടാലൻ്റ് അവരെവിടെ ഡിസ്പ്ലേ ചെയ്യും? സോ അത് നമ്മളൊന്ന് നോക്കാം. പലതരത്തിലുള്ള സ്റ്റീരിയോടൈപ്സ് ഉണ്ട്. നമ്മൾ ഇതിനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കുന്നില്ല.
ജസ്റ്റ് ടൈപ്സ് പറയാം. ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്, ലൈക്ക് മെയിൽ ഫീമെയിൽ എന്നുള്ളതൊക്കെ വൈസായിട്ട് നമ്മൾ അവിടെ സ്റ്റീരിയോ ടൈപ്സ് ഉണ്ട്. റേസ് ആൻഡ് എത്നിസിറ്റി ഉണ്ട്. സെക്ഷുവാലിറ്റി സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്, ലൈക്ക് നമുക്കറിയാം ഈ LGBTQIA+ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഒക്കെ വെച്ചിട്ട് അവരുടെ ഇതിൽ നിലനിൽക്കുന്ന മറ്റുള്ളവർ നിലനിർത്തി വരുന്ന കുറച്ച് സ്റ്റീരിയോ ടൈപ്പ് കാര്യങ്ങളുണ്ട്. സോഷ്യൽ ക്ലാസ് ഉണ്ട്, ഒരു ഇൻഡിവിജ്വൽ ഏത് ക്ലാസ്സിലാണ് ഇൻവോൾവ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ബേസ് ചെയ്തിട്ടുള്ള സ്റ്റീരിയോ ടൈപ്സ് ഉണ്ട്. ഡിസബിലിറ്റി സ്റ്റീരിയോ ടൈപ്സ് ഉണ്ട്, അതായത് ഫിസിക്കലി വീക്ക് ആയിട്ടുള്ള, ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഇൻസ്റ്റെഡ് അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും അത് ചെയ്യാൻ നമ്മളായിട്ട് അത് അനുവദിക്കാത്ത സിറ്റുവേഷൻസ് വരുന്നുണ്ട്. ഏജ് സ്റ്റീരിയോ ടൈപ്സ് ഉണ്ട്, ഇന്ന പ്രായത്തിലുള്ളവർക്ക് ഇത്രേ ചെയ്യാൻ പറ്റൂ, ഇന്ന പ്രായത്തിലുള്ളവർക്ക് ഇത്ര ചെയ്യാൻ പറ്റൂ, ഓൾഡ് ഏജ് ആയവർക്ക് അത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാണ് അവർക്കത് ചെയ്യാൻ പറ്റില്ല, ബട്ട് അവർക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. നാഷണാലിറ്റി സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്, റിലീജിയസ് സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്, പൊളിറ്റിക്കൽ സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഓരോന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് പല എക്സാമ്പിൾസ് നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടാവും. ഓക്കെ, അത്രയാണ് സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയുന്നത്. നമ്മുടെ മാച്ച് ദ ഫോളോയിങ്ങിൽ ഉണ്ടായിരുന്ന ലിസ്റ്റ് 1 ഉണ്ടായിരുന്ന രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്തായിരുന്നു? ദാറ്റ് ഈസ് പ്രെജുഡീസ്. ഈ പ്രെജുഡീസ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തിട്ടുള്ളത് ഗോർഡൻ ആൽപോർട്ടാണ്. പ്രെജുഡീസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം എ ലാറ്റിൻ വേർഡ് പ്രെജുഡീഷ്യം മീനിങ് പ്രയർ ജഡ്ജ്മെന്റ്. ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള പ്രെജുഡീഷ്യം എന്നുള്ളതിൽ നിന്നാണ് ഈ ഒരു വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. എന്താണ് അത് പറയുന്നത്? പ്രയർ ജഡ്ജ്മെന്റ്. ഇതത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ചില സാധനം നമുക്ക് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് മുമ്പേ നമ്മൾ അങ്ങ് ജഡ്ജ് ചെയ്ത് കളയുന്നത്. പ്രെജുഡീസ് ഇസ് ദ നെഗറ്റീവ് ഇമോഷൻ റെസ്പോൺസ് ബേസ്ഡ് ഓൺ ഗ്രൂപ്പ് മെമ്പർഷിപ്പ്. ഇതൊരു നെഗറ്റീവ് ഇമോഷണൽ റെസ്പോൺസ് ആണ് ബേസ്ഡ് ഓൺ ഗ്രൂപ്പ് മെമ്പർഷിപ്പ്. ഒരു ഗ്രൂപ്പിലെ മെമ്പർ ആയതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു നെഗറ്റീവ് ഇമോഷണൽ റെസ്പോൺസിനെയാണ് പ്രെജുഡീസ് എന്ന് പറയുന്നത്. പ്രെജുഡീസ് ഇസ് മെയിൻലി ബേസ്ഡ് ഓൺ ഡിസ്ക്രിമിനേഷൻ. പ്രെജുഡീസ് മെയിനായിട്ട് ഈ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആയിട്ടാണ് ബേസ് ചെയ്ത് കിടക്കുന്നത്. നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഡിസ്ക്രിമിനേഷനെ കുറിച്ച് തന്നെയാണ്. Discrimination means usually negative differential behaviors are directed towards members of different social groups. ഇത് ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സിൽ പെട്ട ആളുകളോടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു അപ്രോച്ചിനെയാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീരിയോ ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്രെജുഡീസും ടൈപ്സ് ഉണ്ട്. ദാറ്റ് ഈസ് റേഷ്യൽ പ്രെജുഡീസ്, സെക്സ് പ്രെജുഡീസ്, കാസ്റ്റ് പ്രെജുഡീസ്, ലാംഗ്വേജ് പ്രെജുഡീസ്, റിലീജിയസ് പ്രെജുഡീസ്. ഓക്കെ, റിലീജിയസ് പ്രെജുഡീസ് ഇത്രയാണ് പ്രെജുഡീസിന്റെ ടൈപ്പ് ആയിട്ട് വരുന്നത്. നമ്മൾ പറഞ്ഞു ഇത് നമുക്കൊരാളൊരു ഗ്രൂപ്പിൽ മെമ്പർ ആയതുകൊണ്ട് അവരോടുള്ള ഒരു നെഗറ്റീവ് ഇമോഷണൽ റെസ്പോൺസിനെയാണ് പ്രെജുഡീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ തേർഡ് കോൺസെപ്റ്റ് ആയിട്ട് വരുന്നതായിരുന്നു ഡിസ്ക്രിമിനേഷൻ. Discrimination is the unequal or unfair treatment of individuals based on their membership in a social group, community, caste, religion or minority category. അതായത് ഒരാൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലെ മെമ്പർ ആയതുകൊണ്ട്, ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയാവാം? ഒരു കമ്മ്യൂണിറ്റി, കാസ്റ്റ്, റിലീജിയൻ, മൈനോറിറ്റി കാറ്റഗറി, സോഷ്യൽ ഗ്രൂപ്പ്, അങ്ങനെ ആൾ ഇൻവോൾവ് ചെയ്ത് കിടക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ബേസിൽ നമ്മൾ അവരോട് കാണിക്കുന്ന ഒരു അൺഈക്വൽ അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അതിനെയാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓഫൺ സീൻ ആസ് ദ ബിഹേവിയറൽ എക്സ്പ്രഷൻ ഓഫ് പ്രെജുഡീസ്. പ്രെജുഡീസ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഒരു ഇമോഷണൽ റെസ്പോൺസ് ആണ് അല്ലേ? പക്ഷെ അതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക, ബിഹേവിയറൽ എക്സ്പ്രഷനെയാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. സോ ബിഹേവിയറൽ എക്സ്പ്രഷൻ ഓഫ് ദ പ്രെജുഡീസിനെയാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, those discriminated against are usually denied rights or privileges that others in society enjoy. ഇങ്ങനെ ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഈ ഒരു മെജോറിറ്റി ആളുകൾ എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്കുള്ള കുറച്ച് കാര്യങ്ങൾ ഇവർക്ക് ലഭിക്കാതിരിക്കുക. ഓക്കെ, അവരെ അൺഈക്വലായിട്ട് കാണുക. ദാറ്റ് ഈസ് ഡിനൈഡ് റൈറ്റ്സ് ഓർ പ്രിവിലേജസ്. അവർക്ക് ചില റൈറ്റ്സ് ഒന്നും കൊടുക്കാതിരിക്കുക, ചില പ്രിവിലേജസുകളൊക്കെ കൊടുക്കാതിരിക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നത്. Example, lower caste groups in India were historically denied access to wells, restricted from sitting with the upper caste and faced many other social barriers simply because of their birth. ഈ ഒരു ലോവർ കാസ്റ്റ് ഗ്രൂപ്പ്സ് ഒക്കെ അല്ലേ, നമുക്കറിയാം ഇന്ത്യയിൽ നിലനിന്നിരുന്ന, ഇപ്പോഴും പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഈ കാസ്റ്റ് വെച്ചിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഈ ലോവർ കാസ്റ്റ് പെട്ട ആളുകൾക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് അവർക്ക് ഈ ഒരു
ചില കിണറുകളിൽ നിന്നും വെള്ളം കുടിക്കാൻ പാടില്ലായിരുന്നു. അതുകൂടാതെ ഈ അപ്പർ ക്ലാസ്സിൻ്റെ കൂടെ ഇരിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഇതുകൂടാതെ പല കാര്യങ്ങളിലും അവരെ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെയാണ് അത് എന്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ ലൈക്ക് ഇങ്ങനത്തെ ഒരു ലോവർ കാസ്റ്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ജനിച്ചു എന്നുള്ള കാരണം കൊണ്ടാണ് അവർ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നത്. ഓക്കെ, സോ അത്രയാണ് ഡിസ്ക്രിമിനേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി 4ാമത്തെ ഓപ്ഷനായിട്ട് വന്നതായിരുന്നു ടോക്കണിസം. ടോക്കണിസം കേട്ടിട്ടുണ്ടോ? എന്താ ടോക്കണിസം എന്ന് പറഞ്ഞാൽ? ടോക്കണിസം refers to the practice of including individuals from marginalized groups to create an illusion of diversity. ചില ആളുകളെയൊക്കെ നമ്മൾ ചില ഗ്രൂപ്പുകളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും. ലൈക്ക് നമുക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, അവിടെ ഒരു ഇൻക്ലൂഷൻ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ആളുകളെ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നത്, ഹയർ ചെയ്യുന്നത്, അതിനൊക്കെയാണ് ടോക്കണിസം എന്ന് പറയുന്നത്. The practice of including individuals from marginalized groups to create an illusion of diversity. അവിടെ ഒരു ഡൈവേഴ്സിറ്റി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാർജിനലൈസ്ഡ് ഗ്രൂപ്പിലുള്ള ആളുകളെയൊക്കെ നമ്മളൊരു ഗ്രൂപ്പിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. It lacks real commitment to equality and often lead to symbolic gestures rather than meaningful inclusion. അപ്പം ഇങ്ങനെ ഒരാളെ നമ്മുടെ ഒരു ഗ്രൂപ്പിലേക്ക് എടുക്കുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു റിയൽ കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ല. ഇവരും നമ്മുടെ ഗ്രൂപ്പ് പെട്ട ആളാണ്, ഇവർക്കും നമ്മളെപ്പോലെ ഈക്വൽ ആയിട്ടുള്ള പ്രിവിലേജസും കാര്യങ്ങളും കിട്ടണം എന്നുള്ളതൊക്കെ അവിടെ ലാക്കായിരിക്കും. അതുകൂടാതെ ഇവരോട് നമുക്കൊരു മീൻസ് അവരെ ഇൻക്ലൂഡഡ് അല്ല, അവരൊരു ഇൻക്ലൂഷൻ അവിടെ നടക്കുന്നില്ല. അതാണ് ടോക്കണിസം. ടോക്കണിസം റിസൾട്ട്സ് ഇൻ ഡൈവേഴ്സിറ്റി വിത്തൗട്ട് ട്രൂ ഇൻക്ലൂഷൻ, ഫെയിലിംഗ് ടു ചാലഞ്ച് എക്സിസ്റ്റിംഗ് ബയാസസ് ഓർ സ്ട്രക്ചേഴ്സ്. അവിടെ ഒരു ട്രൂ ഇൻക്ലൂഷൻ അല്ല നടക്കുന്നത്. അതുകൂടാതെ തന്നെ ഫെയിലിംഗ് ടു ചാലഞ്ച് എക്സിസ്റ്റിംഗ് ബയാസസ് ഓർ സ്ട്രക്ചേഴ്സ്. അവിടെ ഓൾറെഡി നിലനിന്ന് വന്നിട്ടുള്ള ഈ ബയാസസും സ്ട്രക്ചേഴ്സും ഒക്കെ നമുക്കൊന്ന് ചലഞ്ച് ചെയ്യാൻ പോലും ഈ ഒരു ടോക്കണിസം കാരണം പറ്റുന്നില്ല. എത്തിക്കലി ടോക്കണിസം റേസസ് കൺസേൺസ് ബൈ ട്രീറ്റിംഗ് ഇൻഡിവിജ്വൽസ് ആസ് സിംബൽസ് റാദർ ദാൻ ഈക്വൽ പാർട്ടിസിപ്പൻസ്. അവരെ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഒരാളാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി എന്നുള്ളതല്ലാതെ ആ ഒരു ഈക്വൽ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് നമ്മൾ അവിടെ കാണുന്നില്ല. ഓക്കെ, ജസ്റ്റ് അവരെ നമ്മളൊരു സിംബൽസ് ആയിട്ടാണ് കാണുന്നത്. ആ ഒരു ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഒരാൾ അവരെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ചെയ്യുന്നു എന്നല്ലാതെ നമ്മളെപ്പോലെ തന്നെ ഉള്ള, അതായത് അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് പെട്ട മറ്റുള്ളവരെ പോലെ തന്നെ ഉള്ള ഒരാളാണ് എന്നുള്ളൊരു കൺസിഡറേഷൻ അവർക്ക് കൊടുക്കുന്നില്ല. ടോക്കണൈസ്ഡ് ഇൻഡിവിജ്വൽസ് മേ ഫേസ് ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് അൺഈക്വൽ ട്രീറ്റ്മെൻറ്റ് കമ്പയർഡ് ടു ദെയർ പിയേഴ്സ്. അതായത് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്താണ് അൺഈക്വൽ ട്രീറ്റ്മെൻറ്റും ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സും ഒക്കെയാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. This practice can lead to feeling of isolation and emotional exhaustion for those who are tokenized. അപ്പോൾ ഇങ്ങനെ ടോക്കണൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതിൻ്റെയൊക്കെ റിസൾട്ടായിട്ട് എന്താ സംഭവിക്കുന്നത്? ഫീലിംഗ് ഓഫ് ഐസൊലേഷൻ ഉണ്ടാവും, അതുകൂടാതെ ഇമോഷണൽ എക്സോഷനും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ളത് 4 കോൺസെപ്റ്റുകളെ കുറിച്ചിട്ടാണ്. സ്റ്റീരിയോടൈപ്പ്, പ്രെജുഡിസ്, ഡിസ്ക്രിമിനേഷൻ ആൻഡ് ടോക്കണിസം. നമുക്കൊരു വൺ വേർഡ് ആയിട്ട് ഇതിൻ്റെയൊക്കെ എന്തൊക്കെ കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. സ്റ്റീരിയോടൈപ്സ് ആർ കോഗ്നിറ്റീവ് ബിലീഫ്സ് അബൌട്ട് കാറ്റഗറീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് പെട്ട ആളുകളെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഒരു കോഗ്നിറ്റീവ് ബിലീഫ്സിനെയാണ് സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്നത്. പ്രെജുഡിസ് ഈസ് ആൻ എഫക്റ്റീവ് റെസ്പോൺസ് ഓഫ് എ നെഗറ്റീവ് ടുവേർഡ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിനോടുള്ള നമ്മുടെ ഒരു ഇമോഷണൽ റെസ്പോൺസ്, മോസ്റ്റ്ലി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ റെസ്പോൺസിനെയാണ് പ്രെജുഡിസ് എന്ന് പറയുന്നത്. ഡിസ്ക്രിമിനേഷൻ റെഫേഴ്സ് ടു ബിഹേവിയറൽ ബയാസ്, അൺഫെയർ ട്രീറ്റ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഡ്യൂ ടു ഗ്രൂപ്പ് മെമ്പർഷിപ്പ്. ഒരാളൊരു ഗ്രൂപ്പിൽ ഉൾപ്പെട്ടതായതുകൊണ്ട് ആ ആളോടുള്ള ഒരു ബിഹേവിയറൽ ബയാസ് അല്ലെങ്കിൽ നമ്മളൊരു എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്, അൺഫെയർ ട്രീറ്റ്മെൻറ്റിനെയാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ടോക്കണിസം ഈസ് സൂപ്പർഫിഷ്യൽ ഇൻക്ലൂഷൻ സച്ച് ആസ് ഹയറിംഗ് എ മൈനോറിറ്റി മെമ്പർ ടു അപ്പിയർ നോൺ പ്രെജുഡീസ്ഡ്. പ്രെജുഡീസ്ഡ് അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിലുള്ള ആളുകളെയൊക്കെ ഹയർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ടോക്കണിസം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻ? സ്റ്റീരിയോടൈപ്പ്, പ്രെജുഡിസ്, ഡിസ്ക്രിമിനേഷൻ, ടോക്കണിസം, ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. സ്റ്റീരിയോടൈപ്സ്: നെഗറ്റീവ് ഇമോഷണൽ റെസ്പോൺസ് ബേസ്ഡ് ഓൺ ഗ്രൂപ്പ് മെമ്പർഷിപ്പ്, ബിലീഫ് അബൌട്ട് സോഷ്യൽ ഗ്രൂപ്പ്സ് ഇൻ ടേംസ് ഓഫ് ട്രേറ്റ്സ് ദാറ്റ് ദേ ആർ ബിലീവ് ടു ഷെയർ, ഡിഫറൻഷ്യൽ ബിഹേവിയർ ടുവേർഡ്സ് മെമ്പേഴ്സ് ഓഫ് ഡിഫറൻസ് ഗ്രൂപ്പ്. സോ ഇവിടെ സ്റ്റീരിയോടൈപ്പ് ആയിട്ട് വരുന്നത് തേർഡ് ഓപ്ഷൻ ആണ്, ബിലീഫ്സ് അബൌട്ട് സോഷ്യൽ ഗ്രൂപ്പ്സ് ഇൻ ടേംസ് ഓഫ് ട്രേറ്റ്സ് ദാറ്റ് ദേ ആർ ബിലീവ് ടു ഷെയർ. പ്രെജുഡിസ് ആയിട്ട് വരുന്നത് എന്താ? നെഗറ്റീവ് ഇമോഷണൽ റെസ്പോൺസ് ആണ് ബേസ്ഡ് ഓൺ ഗ്രൂപ്പ് മെമ്പർഷിപ്പ്.
ഡിസ്ക്രിമിനേഷൻ നമുക്കറിയാം ഡിഫറൻഷ്യൽ ബിഹേവിയർ ടുവേർഡ്സ് മെമ്പേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ്. ആൻഡ് ടോക്കണിസം എന്ന് പറഞ്ഞാൽ റെഫർ ടു ഹയറിംഗ് ബേസ്ഡ് ഓൺ ഗ്രൂപ്പ് മെമ്പർഷിപ്പ്. സോ ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. സ്റ്റീരിയോടൈപ്പ്, ബിലീഫ് അബൌട്ട് സോഷ്യൽ ഗ്രൂപ്പ്സ് ഇൻ ടേംസ് ഓഫ് ട്രേറ്റ്സ് ദാറ്റ് ദേ ആർ വില്ലിംഗ് ടു ഷെയർ. prejudice എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇമോഷണൽ റെസ്പോൺസ് ബേസ്ഡ് ഓൺ ഗ്രൂപ്പ് മെമ്പർഷിപ്പ്. ഡിസ്ക്രിമിനേഷൻ ഡിഫറൻഷ്യൽ usually negative behavior towards members of different social groups. And tokenism is referred to hiring based on group membership. ക്ലിയർ ആണോ? നമ്മുടെ ഈ പറഞ്ഞ 4 കോൺസെപ്റ്റ്സും ക്ലിയർ ആണോ? ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് 4th വൺ ആണ്. A3, B2, C4 and D1. നമ്മുടെ സോഷ്യൽ സൈക്കോളജിയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 കോൺസെപ്റ്റുകളാണ് നമ്മൾ പറഞ്ഞത്. എന്തായാലും നിങ്ങൾ ഇതൊന്നും വിട്ട് കളയരുത്. കാരണം ഇങ്ങനത്തെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ ചർച്ച ചെയ്ത പോലെ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ജസ്റ്റ് ഒന്നിനെ മാത്രം ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ മാച്ച് ദ ഫോളോയിങ് പോലെ വരാം. നമുക്ക് ഏതെങ്കിലും ഒന്നിൻ്റെ അറിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മാർക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് പഠിക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് പഠിക്കാൻ നോക്കാം. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം. താങ്ക് യു.